ഓണമൊക്കെ അല്ലേ, അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇവിടെ കർമൂസ കൊണ്ടൊരു പച്ചടിയാണ്. പച്ച കർമൂസ കേട്ടോ പച്ചടിക്ക് എടുക്കുക. വെള്ളരി കൊണ്ടും പച്ചടി ഉണ്ടാക്കാം കേട്ടോ. കർമൂസ കിട്ടിയപ്പോൾ പച്ചടി ഉണ്ടാക്കാൻ നോക്കി, അപ്പോഴാണ് അതിലൊന്ന് പഴുത്തു പോയി കേട്ടോ. ആ പഴുത്ത കർമൂസ ഞങ്ങൾ നന്നായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള പച്ച കർമൂസകളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ലോണം കൊത്തി എറിഞ്ഞ് വെച്ച കർമൂസയിലേക്ക് നന്നായിട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ച് എടുക്കണം. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകരുതേ. വേകാൻ ആവശ്യമായ വെള്ളം മാത്രമേ ഇതിൽ വെക്കാൻ പാടുള്ളൂ. അധികം വെന്ത് പോയാൽ പച്ചടിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. കർമൂസ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിനായിട്ടുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടത് ഒരു കപ്പ് തേങ്ങ, കുറച്ച് കടുക്, പച്ചമുളക്, ഇഞ്ചി. അരപ്പ് തയ്യാറാക്കുമ്പോൾ തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് അരയണം. അതിനുശേഷം മാത്രമേ കടുക് ഇടാൻ പാടുള്ളൂ കേട്ടോ. കടുക് നന്നായിട്ട് അരയണ്ട. ഈ അരപ്പും പിന്നെ വേണ്ട നമുക്ക് ഒരു കപ്പ് തൈരുമാണ്. നല്ല കട്ട തൈരായിക്കോട്ടെ. ഇത് നല്ല അടിപൊളി തൈരാണ് കേട്ടോ. നല്ല കട്ട തൈരുണ്ടാകുമ്പോൾ നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ അതാണ് ഏറ്റവും നല്ലത്. അരപ്പ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ പച്ചടിയൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ട് ഇതിലേക്ക് ഈ അരപ്പ് ഇട്ട് നന്നായിട്ട് നമ്മൾ എന്താക്കണം, ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത് ചെറിയ ചൂടിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് എന്താക്കാം, നമ്മളെടുത്ത് വെച്ചൊരു കപ്പ് തൈര് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ചെറിയ നുള്ളി കറിവേപ്പില ഇട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് വറുത്തിടണം. അതിനൊരു ചീനച്ചട്ടി എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ലേശം കടുകും വറ്റൽമുളകും ഇട്ട് നമുക്കിതിലേക്ക് പച്ചടിയിലേക്ക് ഇടാവുന്നതാണ്. ഓണത്തിന് എല്ലാവരും തയ്യാറാക്കി നോക്കണേ.